വിശേഷങ്ങള് അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മളെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് അമ്മ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അമ്മ പോണതിന് മുന്നേ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി തന്നിട്ടുണ്ടായി. ചിലടത്ത് കാരളപ്പം എന്ന് പറയും, ചിലടത്ത് അത് പഞ്ചാരപ്പം എന്നൊക്കെ പറയും. അങ്ങനെ കുറെ പേരുകളൊക്കെ ഉണ്ട്. നമ്മൾ ഉണ്ണിയപ്പം എന്നും പറയും, കാരളപ്പം എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഉണ്ണിയപ്പം റെസിപ്പി നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പൊ അമ്മമാരുടെ ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു സ്പെഷ്യൽ ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ മാരേജ് ഒക്കെ കഴിഞ്ഞ് നമ്മളെല്ലാം അവിടെ നിന്ന് മാറി, അല്ലെങ്കിൽ നമ്മൾ ഹോസ്റ്റലിലേക്ക് മാറി, അങ്ങനെ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് അബ്രോഡ് പോകുമ്പോഴൊക്കെയാണ് നമുക്ക് ശരിക്കും അമ്മമാരുടെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ നന്നായി മിസ് ചെയ്യുന്നത് കേട്ടോ. ശരിക്കും അമ്മ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡും സ്പെഷ്യലാണ്. അതിൽ സ്പെഷ്യലാണ് ഉണ്ണിയപ്പം കേട്ടോ. അപ്പം അമ്മയുടെ ഉണ്ണിയപ്പം നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ കൊണ്ടുവരാറുണ്ട്, എല്ലാവർക്കും കൊടുക്കാറൊക്കെ ഉണ്ട്, ഇഷ്ടപ്പെടാറുണ്ട് കേട്ടോ. ഇത്തവണ ഉണ്ടാക്കിയപ്പോഴും അത്യാവശ്യം എല്ലാവർക്കും കൊടുത്തിരുന്നു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ റെസിപ്പി സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ. അധികം നേരം ഒന്നും ഇച്ചിരി നേരമുള്ളൂ. അപ്പൊ റെസിപ്പി എല്ലാവരും കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ ഉണ്ണിയപ്പം ഇതൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ, അറിയാത്തവർ ഉണ്ടാവില്ല, എന്നാലും സ്പെഷ്യൽ ആയിട്ടുള്ള അമ്മയുടെ റെസിപ്പി കണ്ടിട്ട് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ ഉണ്ടാക്കി നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോ ഫുൾ ആയിട്ട് കാണാം. ആദ്യം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ശർക്കര ഇട്ടിട്ട് നമ്മൾ ശർക്കര പാവ് തയ്യാറാക്കണം. ശർക്കര പാനി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നമ്മൾ ശർക്കര ഇട്ടിട്ട് അതിൻ്റെ പാനി തയ്യാറാക്കണം. അപ്പോൾ നന്നായിട്ട് ആ പാനി ഇങ്ങനെ നന്നായി തിളച്ച് കഴിയുമ്പോൾ പാനി റെഡിയാക്കുക. അപ്പുറത്ത് തന്നെ നമുക്ക് ചെറിയതായിട്ട് തേങ്ങാക്കൊത്ത് അരിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ നെയ്യിൽ വറുത്തിട്ട് അത് മാറ്റി വയ്ക്കുക കേട്ടോ. പിന്നെ ഇത് തണുത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ ശർക്കര പാവ് ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അരിച്ച് വേണം ഒഴിക്കാനായിട്ട്. ഈ ശർക്കര പാവിൻ്റെ അച്ചു ശർക്കര ആണെങ്കിൽ അത് അലിയുമ്പോൾ അതിനകത്ത് കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഒഴിച്ചിട്ട് നമ്മൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ വെക്കട്ടെ. ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ആ ഒരു പാവും ആ ഒരു നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്ത കൂടി ഒന്ന് അങ്ങനെ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഴം എടുക്കുക കേട്ടോ. ഈ പഴം എടുക്കാം. കദളിപ്പഴം ചെങ്കദളി അങ്ങനെയുള്ളതൊന്നും എടുക്കാൻ പാടില്ല. ഒരുപാട് കുരു കനമുള്ള പഴം എടുക്കരുത്. ഇങ്ങനത്തെ പഴം അരിഞ്ഞിട്ട് മിക്സിയിൽ അടിക്കുക. ഒരുപാട് സ്പീഡിൽ അടിക്കരുത്. പയ്യെ അടിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് നമ്മളത് ഈ മിക്സിയിലോട്ട് ചേർത്തിട്ടിട്ട് ഈ പഴം മിക്സിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഞരടി കൊടുക്കുക. പഴത്തിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടയ്ക്കാൻ കൂടിയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള മൈദ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊരു 100 ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള റെസിപ്പിയാണ്. കാരണം നമുക്ക് നമ്മുടെ നെയ്ബേഴ്സിനൊക്കെ കൊടുക്കണം. പ്രത്യേകിച്ച് അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് റവയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് കേടാവാണ്ടിരിക്കാനൊക്കെ ആയിട്ടാണ്. നമ്മൾ പഴം ചേർക്കുമ്പോൾ ഒരുപാട് ദിവസമൊന്നും ഇരിക്കില്ല, നൂലൊട്ടും. 3-4 ദിവസമൊക്കെ ഇരിക്കുകയുള്ളൂ, നൂലൊട്ടും. അപ്പോൾ അതിലേക്ക് ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ്, തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളമാണ് കേട്ടോ, അത് വെള്ളം ചേർത്തിട്ടാണ് നമ്മളൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നത്. അതിൻ്റെ സമയം കൊണ്ട് നമ്മുടെ ശർക്കരപ്പാനി ഉണ്ടല്ലോ, അത് നമുക്ക് നന്നായിട്ട് ചൂടാറി വരികയും ചെയ്യണം. അപ്പോൾ ഇത് ഒരുപാട് നേരത്തെ പ്രോസസ്സാണ്. ശരിക്കും ഇങ്ങനെ നന്നായി മിക്സ് ചെയ്ത് മൈദയൊന്നും കട്ട കുത്താണ്ട് ഇങ്ങനെ ഉടച്ചെടുക്കണം. അപ്പോൾ നമുക്ക് വേറെ ഇങ്ങനെ നമ്മുടെ പഴത്തിൻ്റെ കട്ടയൊക്കെ നമ്മൾ തീർത്തായിരുന്നു. അപ്പോൾ പിന്നെ പഴവും ഈ തേങ്ങാക്കൊത്തും പിന്നെ ശർക്കരപ്പാനിയും നമ്മൾ കുറച്ച് ശർക്കരപ്പാനി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ മൈദയും കൂടിയിട്ട് നന്നായിട്ട് റവയും ഒക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ കൈ കൊണ്ടുള്ള മിക്സിംഗ് ആണ് അതൊന്ന് പതഞ്ഞ് വരാനൊക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേകത. മിക്സിങ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ തന്നെ ഉണ്ണിയപ്പം നല്ല പൊന്തി നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെച്ചിരിക്കുന്ന ശർക്കരപ്പാവ് ഒഴിച്ചിട്ടാണ് ഇനി ഈ മാവ് ലൂസാക്കണേ. ശർക്കരപ്പാവ് ഒഴിച്ചതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ തവി വെച്ചിട്ടോ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഉടച്ച് അതിലെ കട്ടകളൊക്കെ തീർത്ത്, മൈദയും റവയൊക്കെ ഇട്ടപ്പോൾ കട്ടകൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ തീർത്ത് നല്ല സോഫ്റ്റ് മാവാവണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിലാക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം കൂടി ഒന്ന് നന്നായി കൈകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. മിക്സിങ് കൂടുതൽ നന്നായി മിക്സ് ചെയ്യണതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ പൊന്തി വരണതും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അത് നന്നായിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കൈ കൊണ്ട് ഇതാക്കി കൊടുക്കുക. എന്നിട്ട് ബാക്കി ശർക്കര പാവും കൂടി ചേർക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ചേർത്തിട്ട് കുറച്ച് നേരം അടച്ച് വെക്കുക കേട്ടോ. പറ്റുമെങ്കിൽ ഒരു 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ അടച്ച് വെക്കുക. അത് കഴിഞ്ഞ് നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ ആ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. മുറിഞ്ഞ് വീഴുന്ന ഈ ഒരു പരുവത്തിലായിരിക്കണം. എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് ഉണ്ണിയപ്പം പറ്റുള്ളൂ. അതേസമയം തന്നെ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ തട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന തട്ട്. അതിങ്ങനെ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് അത് ഇരിക്കുന്നതോ കറക്റ്റാണെന്ന് നോക്കണം. വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുന്നതാണല്ലോ. അപ്പോൾ കറക്റ്റായിട്ട് അതിനകത്ത് നിറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. അങ്ങനെ ആ കുഴികൾ നിറഞ്ഞ് പരന്ന് നിൽക്കേണ്ടതാണ് കേട്ടോ വെളിച്ചെണ്ണ. എന്നാലാണ് നമ്മൾ ശരിക്കും മുരിയുള്ളൂ. നന്നായി ചൂടായതിന് ശേഷം നമ്മളത് ഓരോ കുഴികളിലേക്കായിട്ട് കുറേശ്ശെ കൊടുക്കുക. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുത്താൽ തന്നെ അത് പൊന്തി മുകളിലേക്ക് വരും കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാ തട്ടിലും ഓരോന്നായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഈ വെളിച്ചെണ്ണ നല്ല ചൂടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. കുട്ടികളൊന്നും അടുത്ത് നിർത്താണ്ട് തന്നെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അമ്മയ്ക്ക് ഈ പരിവും പാകമൊക്കെ നമ്മളെയൊക്കെ നന്നായിട്ട് അറിയാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അമ്മ അങ്ങനെ ഓരോന്ന് നോക്കി എത്രത്തോളം ഒഴിക്കണമെന്ന് നോക്കിയിട്ട് ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഇത്
പിന്നോണ്ട് കുത്തിയിട്ട് അതൊന്ന് പയ്യെ മറച്ചിട്ട് കൊടുക്കണം. അപ്പോൾ കുത്തുമ്പോൾ ഇതിൻ്റെ മുകളിൽ പിടിക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ ജസ്റ്റ് പൊക്കി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ. അങ്ങനെ അടുത്ത ഭാഗം മറച്ചിട്ട് നമ്മൾ വാങ്ങിയെടുത്തിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോഴേക്കും നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ നല്ല കറക്റ്റ് മൂപ്പ് ഈ ഒരു കളറിലേക്ക് എത്തുമ്പോഴാണ് തീ കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു ടൈപ്പ് ഒരു അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഉള്ളിൽ തുറന്നു നോക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.